തിരുവനന്തപുരത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞു. നമ്മുടെ ക്യാമറമാനോട് മഴയൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയാം. കാര്യം മഴ കാണുന്നത് മലയാളിക്കൊരു സുഖമാണല്ലോ. മഴ നനയുന്ന അത്ര സുഖമല്ലെങ്കിലും അപ്പോൾ അന്ന് കാണിച്ചു കൊടുത്താൽ നമുക്കും സന്തോഷം. കാര്യം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി മഴയിൽ കുതിർന്ന പ്രഭാതത്തിലൂടെയാണ് പോകുന്നത്. ഉറപ്പായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. സിറില ക്യാമറ ഒന്ന് കയ്യിലെടുത്താൽ നമുക്ക് കുറെ കാലം ശേഷം ഈ വേനൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ തിമിർത്ത് പെയ്യുന്ന തിരുവനന്തപുരത്തെ മഴ അത് കുറെ നാളിന് ശേഷമാണ്. കാരണം നമുക്കറിയാം ഈ വേനൽ മഴ ഉണ്ടെങ്കിലും വല്ലപ്പോഴും പെയ്തങ്ങ് തോരുകയായിരുന്നു. പക്ഷേ കാലവർഷം എത്തുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ കാലവർഷം സംസ്ഥാനത്തേക്ക് എത്തും. ആ മഴയുടെ ദൃശ്യങ്ങൾ സിറില പകർത്തും. ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള വെള്ളയമ്പലം മ്യൂസിയം റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് ഈ വലിയ തിരക്ക് രാവിലെ ഈ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയവരൊക്കെ പാതി വഴിക്ക് പ്രഭാത നടത്തമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി. കാരണം അത്രത്തോളം മഴയായിരുന്നു. ഇന്നലെ രാത്രിയും തിരുവനന്തപുരത്ത് കാര്യമായ മഴ കിട്ടി. കാരണം വലിയ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് മാത്രവുമല്ല ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുലർച്ചെ ഉണ്ടായ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്യുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടി ഈ ഘട്ടത്തിൽ കാണാം. ഈ പ്രഭാത നടത്തം പെരുമഴയത്തും പ്രഭാത നടത്തമൊക്കെ തുടരുന്ന ആളുകളെയും അതേപോലെ തന്നെ അത് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയ ആളുകളെയും ഈ ജോലിക്കൊക്കെ ഇറങ്ങി പെട്ടെന്നുണ്ടായ മഴ അത് കാരണം ഈ വഴിയരികിലേക്ക് കയറി നിൽക്കുന്ന ആളുകളെയും ഒക്കെ നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും അങ്ങനെ ഒരു നല്ല പ്രഭാതം അത് തിരുവനന്തപുരത്ത് ഇങ്ങനെ പോകുന്നു. സ്കേൻ ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. തിരുവനന്തപുരം നഗരത്തിൽ പട്ടണത്തിൽ നല്ല മഴ പെയ്യുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം മഴ കൊണ്ട് അത്യാവശ്യം അലവസരം ആളുകൾക്ക് ഉണ്ടാകുകയും ചെയ്യും. പ്രഭാത നടത്തക്കാരൊക്കെ ഒരുപാടുണ്ട്. രാവിലെയൊക്കെ 4 മണിക്കൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട്. 4 മണി മുതലേ തിരുവനന്തപുരത്തെ മ്യൂസിയം പറമ്പും ഒക്കെ തന്നെ അങ്ങ് സജീവമാകുന്നതാണ് തലസ്ഥാനത്തിൻ്റെ പരിപാടി.